ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ബയോ കമ്പോസ്റ്റർ ബിന്നിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണിത്. ഇത് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതിൻ്റെ കൂടെ കിട്ടിയത് ഒരു 3 ബക്കറ്റും ബിൻ ഹോൾഡറും അടപ്പും പിന്നെ ഒരു ചാക്കിൽ ഇനോക്കുലും ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതേപോലെ അടിഭാഗത്ത് വെക്കുന്നതാണ്. ഇത് അതിൻ്റെ സ്ലറിയൊക്കെ വീഴാനായിട്ടുള്ള ഒരു ഹോൾഡറാണിത്. ഇതിങ്ങനെ അടിയിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാനുള്ളത് ഒരു ബക്കറ്റ്. ആദ്യം ഒരു ബക്കറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൽ അങ്ങ് ഹോളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബക്കറ്റാണിത്. അതിന് ശേഷം അതിലേക്ക് ഒരു നടുക്ക് ഒരു ഹോളുണ്ട്. അതിലോട്ട് ഒരു പൈപ്പുണ്ട് അതിൽ കിട്ടിയിരിക്കുന്ന. ആ പൈപ്പ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീട്ടിലുള്ള വേസ്റ്റുകൾ, മീനായാലും പച്ചക്കറിയുടെ ആയാലും സവാള എല്ലാ വേസ്റ്റുകളും, പച്ചക്കറി വേസ്റ്റുകൾ, വീട്ടിലുള്ള അടുക്കള വേസ്റ്റുകൾ, ചോറ് എല്ലാം നമുക്ക് ഇതേപോലെ ഇതിനകത്ത് നിക്ഷേപിക്കാവുന്നതാണ്. നമുക്ക് പിന്നെ ഇത് വളമാക്കിയെടുത്ത് നമുക്ക് ചെടിയൊക്കെ പച്ചക്കറിയൊക്കെ നടുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് ഇതേപോലെ അടപ്പും വെച്ച് ബിൻ ഹോൾഡറും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബക്കറ്റ് കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ അത് ആദ്യം വെച്ച കണക്ക് തന്നെ ഒരു പൈപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കുക. പിന്നെ അടുത്തത് വെച്ച് കൊടുക്കാനുള്ളത് ബിൻ ഹോൾഡറാണ്. ഇത് വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ വേസ്റ്റുകളൊക്കെ കളയാതെ പച്ചക്കറിക്കും ചെടിയൊക്കെ ഇട്ട് കൊടുക്കാൻ കിട്ടുന്ന ഒരു നല്ലൊരു ബയോ കമ്പോസ്റ്റ് ഡൈജസ്റ്റർ ബിന്നാണിത്. അടുത്ത ഏറ്റവും മുകളിൽ അടുത്ത 3ാമത്തെ ബക്കറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതേപോലെ ഹോളിൽ ഒരു പൈപ്പ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇതെല്ലാം 180 രൂപയാണ് ആയത്. നിങ്ങൾക്ക് മെമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ ഇത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഇതേപോലെ ബിൻ ഹോൾഡർ വെച്ച് കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ടാണ് ഇതിന് ഹോളുകളൊക്കെ ഉള്ള ഒരു അടപ്പാണ് ഇനിയുള്ളത്. അതുകൂടെ ഇതേപോലെ വെച്ചിടുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വെയിലും മഴയും കൊള്ളാതെ വേണം ഇത് വെക്കാനുള്ളത്. ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇത് എങ്ങനെയാണ് നമുക്കിത് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് 3 തട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചകിരിച്ചോറ് അത് ഒരു ചാക്കിൽ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബയോ ഡൈജസ്റ്റർ. അത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് ചകിരിച്ചോറാണിത്. ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണിത്. അതിനകത്ത് വേറൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഇത് വളമാക്കി കിട്ടുന്നതിനുള്ള ബാക്ടീരിയകളൊക്കെ പെട്ടെന്ന് ഇത് വളമാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്കിത് പൊട്ടിച്ച് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് തന്നെ ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് മൊത്തത്തിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ കിട്ടുന്നത് തന്നെയാണ്. ഇത് നന്നായിട്ട് ഇതിൽ മൊത്തത്തിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്തെങ്കിലും കമ്പ് വെച്ചൊങ്ങണോ ഇളക്കിയെടുത്താൽ മതി. നമുക്ക് ചെടിയൊക്കെ ആയാലും കൃഷി ചെയ്യുന്നതിനായാലും ഇത് അവസരം ഇത് നല്ല വളമായിട്ട് നമുക്ക് കിട്ടുന്നതാണിത്. നമ്മൾ പച്ചക്കറി വേസ്റ്റുകളായാലും വീട്ടിലുള്ള ചോറ് എല്ലാം നമുക്കിതിൽ നിക്ഷേപിക്കാവുന്നതാണ്. പക്ഷേ വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണാതെ വേണം നമുക്കിതിലിട്ട് കൊടുക്കാൻ. നമ്മളിടുന്ന പച്ചക്കറികളായാലും ചോറായാലും. ഇനി ആദ്യമേ ഇത് 1 ഇഞ്ച് കനത്തിന് അടിയിൽ ഇതേപോലെ ഒന്നിട്ട് കൊടുക്കാം. ഇനി നമ്മളെ വീട്ടിൽ മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ വേസ്റ്റ്, പഴുത്തൊലിയായാലും എന്ത് വേസ്റ്റ് വേണമെങ്കിലും, മീനായാലും ചോറായാലും വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണരുത്. വെള്ളത്തിൻ്റെ അംശം മാറ്റിയിട്ട് വേണം. മുട്ടത്തോട് എല്ലാം നമുക്കിതേപോലെ ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. തേയില ചണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. മുട്ടത്തോടായാലും ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ ഇട്ടിട്ട് ഇത് മറയത്തക്ക രീതിയിൽ നമ്മൾ നേരത്തെ ചകിരിച്ചോറ് ഇതേപോലെ ഒന്ന് മറഞ്ഞിരിക്കത്തക്ക രീതിയിൽ ഒരു ലെയർ കൂടെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ അടുത്ത ലെയർ ഇതേപോലെ അതിൻ്റെ മുകളിൽ പച്ചക്കറി ഇട്ടിട്ട് ഇതേപോലെ വീണ്ടും ചകിരിച്ചോറ് നിറച്ച് മറയത്തക്ക രീതിയിൽ ഇതേപോലെ നിറഞ്ഞ്
വരുന്നത് വരെ നമുക്കിതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വയ്ക്കണം. ഇത് ദിവസത്തിൽ ഒരു നേരം മാത്രം ഇത് തുറക്കാൻ നോക്കുക. എപ്പോഴും തുറന്ന് ഇതുപോലെ ഇടാൻ നോക്കരുത്. ഇത് പച്ചക്കറികളെല്ലാം അരിഞ്ഞതായാലും എല്ലാ വേസ്റ്റുകളെല്ലാം ഇതേപോലെ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇതേപോലെ ഇട്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണാതെ വേണം ഇതിലിട്ട് കൊടുക്കാൻ. ഇനി ഇത് ഒരു മേളിൽ ഭാഗം നിറഞ്ഞു വരുമ്പോൾ മേളിലിരിക്കുന്ന ബക്കറ്റ് ഏറ്റവും അടിയിൽ വെച്ചിട്ട് അടിയിലിരിക്കുന്നത് മേളിലോട്ടാക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മേളിൽ നിറഞ്ഞു വരുമ്പോഴത്തേക്ക് ഏറ്റവും അടിയിലിരിക്കുന്നത് കമ്പോസ്റ്റായി വന്നോളും. നമ്മളിതിൽ അടിയിലിരിക്കുന്നത് സ്ലറി വീഴാനുള്ളതാണ്. ആ സ്ലറിയിൽ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വളരെ ഉപകാരപ്രദമായൊരു ബയോഡൈജസ്റ്റർ ബിന്നാണിത്. നിങ്ങൾ പഞ്ചായത്തിൽ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങളെ മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൽ നമുക്ക് എറുമ്പൊക്കെ കയറാതിരിക്കാൻ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന എറുമ്പൊന്നും കയറത്തില്ല. ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബയോ കമ്പോസ്റ്റ് ബിന്നാണിത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.